ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുന്നത് ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് നാഷണൽ കോൺഫറൻസ്. സംസ്ഥാന പദവി തിരികെ നൽകാത്തത് ഭരണത്തിന് പ്രതിസന്ധിയുണ്ടാക്കുന്നുവെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള. വിഷയത്തിൽ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചേക്കും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്, പക്ഷേ സമയമെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണോ നാഷണൽ കോൺഫറൻസ്? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ദീർഘകാലമായി ഉന്നയിക്കുന്നുണ്ട് നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള ജമ്മു കാശ്മീരിലെ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ. അതിൻ്റെ കൂടെ ഭാഗമായി അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിന് പിന്നാലെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി ജമ്മു കാശ്മീരിനെ മാറ്റിയിരുന്നു കേന്ദ്ര സർക്കാർ. സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിപ്പോൾ അധികാരത്തിലുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ ആവശ്യം. നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ്, നാഷണൽ കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണമാണ് വരുന്നത്. അടിയന്തരമായി സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചു കിട്ടണം. ജനങ്ങൾ തെരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. പക്ഷേ സംസ്ഥാന പദവി ഇല്ലാത്തതിനാൽ പല കാര്യങ്ങളിലും തടസ്സം നേരിടുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം സംസ്ഥാന പദവി മടക്കി നൽകണം ജമ്മു കാശ്മീർ ജനതയ്ക്ക് എന്ന ആവശ്യമാണ് നാഷണൽ കോൺഫറൻസ് ഫാറൂഖ് അബ്ദുള്ളയും ഉമർ അബ്ദുള്ളയും എല്ലാം ആവശ്യപ്പെടുന്നത്. ഇനി അഥവാ സംസ്ഥാന പദവി വൈകുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ദീർഘകാലമായി 2019 ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. കഴിഞ്ഞ വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. സമാനമായി സുപ്രീം കോടതിയിൽ അഭയം പ്രാപിക്കും എന്നുള്ളതാണ് നാഷണൽ കോൺഫറൻസ് അറിയിക്കുന്നത്. ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനകളുമുണ്ട്. സംസ്ഥാന വ്യാപകമായി ജമ്മു കാശ്മീരിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടത്താനും ആലോചിക്കുന്നുണ്ട്. സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചു കിട്ടുക എന്നുള്ളത് ജമ്മു കാശ്മീർ ജനതയുടെ കൃത്യമായ ആവശ്യമാണ്, അവകാശമാണ് എന്നതാണ് നാഷണൽ കോൺഫറൻസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അരുൺ, ഓക്കെ, ആദിൽ പാലോടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. നാഷണൽ കോൺഫറൻസ് അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇനി പ്രതിഷേധം ഒരിക്കൽ കൂടി തെരുവുകളിലേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.